നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് പറയാൻ പോകുന്നത് നാമജപവും മന്ത്രജപവും. നമ്മളിൽ പലരും ചെയ്യുന്നതാണത്. നാമം ജപിക്കാറുണ്ട്, മന്ത്രവും ജപിക്കാറുണ്ട്. അതിനെക്കുറിച്ച് കുറച്ചൊന്ന് അറിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാരണം നമ്മളുടെ വിചാരം എന്നാ, നാമം ജപിക്കുന്നു നമ്മൾ, അതുപോലെ തന്നെ മന്ത്രവും ജപിക്കുന്നു. പക്ഷേ പല ആചാര്യന്മാരും പറയുന്നത് കേട്ടിട്ടാണ്. കാരണം ഈ മന്ത്രജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ വളരെ ലൈറ്റായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. നാമജപം ഒരു പ്രശ്നമില്ല. നമ്മൾ കൊച്ചിലേ മുതൽ വീട്ടിലൊക്കെ കേൾക്കുന്ന രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. അതേപോലെ തന്നെ നാരായണായ നമ, നാരായണായ നമ, അതെന്തോരം വേണേലും ചൊല്ലാം. നാരായണ 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 ഇഷ്ടംപോലെ ചൊല്ലാം. കൃഷ്ണ 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 അതും ചൊല്ലാം. പിന്നെ നമശിവായ നമശിവായ അതും ചൊല്ലാം. ഇതൊക്കെ നാമമാണ്. പക്ഷേ ഈ നാമത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ബീജാക്ഷരങ്ങൾ, ഓം, പ്രണവമാണല്ലോ ഓം, ഇതൊക്കെ ചേർത്ത് ചൊല്ലുന്നതിനാണ് നമ്മൾ മന്ത്രം എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ നാരായണായ നമ എന്ന് പറയും. ഓം നമോ നാരായണായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം മുൻപിൽ കൂട്ടിക്കഴിഞ്ഞാൽ അതൊരു മന്ത്രമായി. അതുപോലെ തന്നെ നമശിവായ കുഴപ്പമില്ല, അത് നാമമാണ്. ഓം നമശിവായ എന്ന് ചൊല്ലിയാൽ അത് മന്ത്രമാണ്. പക്ഷേ ഈ ഓം നമശിവായയും ഓം നമോ നാരായണയും ഒക്കെ വളരെ പ്രായേണ പ്രശ്നമില്ലാത്തൊരു മന്ത്രമാണെന്ന് പറയാം. പക്ഷേ ബാക്കി പല മന്ത്രങ്ങളും കുറച്ച് നമ്മൾ ഗുരുമുഖത്തു നിന്ന് തന്നെ നമ്മൾ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണല്ലേ നമ്മുടെ ഗായത്രി മന്ത്രം. ഓം ഭൂർഭുവസ്വ എന്നും പറഞ്ഞിട്ട് തുടങ്ങും. പക്ഷേ ഒത്തിരി പേര് ചെല്ലാറുണ്ടോ, 108 പ്രാവശ്യമൊക്കെ ചെല്ലുന്ന പലരെയും കാണാറുണ്ട്. പക്ഷേ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അതെന്ന് വെച്ചാൽ തീയോ യോ ന പ്രചോദയാത്ന ആയുണ്ടല്ലോ, ആ നായുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് രണ്ട് കുത്തുണ്ട് വിസർഗം. അത് ശരിക്ക് നമ്മൾ ഉച്ചരിച്ചില്ലെങ്കിൽ എന്താ അതിൻ്റെ ശരിക്കും ഉച്ചരിച്ചാൽ അർത്ഥം എന്നാ, എൻ്റെ ബുദ്ധി ഉണരട്ടെ എന്നാണല്ലേ. അതേസമയം അല്ലെങ്കിൽ അത് ശരിക്കല്ല അത് നമ്മൾ ഉച്ചരിക്കുന്നതെങ്കിൽ എന്താണ്, എൻ്റെ ബുദ്ധി ഉണരണ്ടെന്നാണ്. അങ്ങനെ വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ അർത്ഥം എന്തുമാത്രമാകും? മന്ദബുദ്ധിയാവാൻ വേറെ വല്ലതും വേണോ? അപ്പം ഇതാണ് പറയുന്നത്. നമ്മൾ അതേസമയം ഈ മന്ത്രദീക്ഷ നമ്മൾ ഒരു ഗുരുവിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിവുണ്ട്. നമുക്ക് അഥവാ ഇനി നമ്മൾ തെറ്റിച്ച് ചൊല്ലി എങ്കിലും കൂടി അദ്ദേഹം അറിയുമ്പോൾ അതിനുള്ള പ്രതിവിധി പറഞ്ഞു തരാനുമൊക്കെ അദ്ദേഹത്തിനറിയാം. ഇത് നമ്മളൊന്നും അറിയാതെ ഈ മന്ത്രങ്ങൾ ചൊല്ലുന്നത് അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. എങ്കിലും ഇതൊന്ന് ഞാൻ ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ആരെങ്കിലും ഇഷ്ടംപോലെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ, ആ മന്ത്രം ചൊല്ലി ഈ മന്ത്രം ചൊല്ലുക എന്നൊക്കെ, അത് കേട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് സഹിക്കാനുള്ളൂ എന്ന് മാത്രം നമ്മൾ ഓർക്കുക. നമുക്ക് ഇഷ്ടം പോലെ ചൊല്ലാനുണ്ടല്ലോ. നമുക്ക് വിഷ്ണു സഹസ്രനാമം ഇഷ്ടം പോലെ ചൊല്ലാം. അതിലും വേറൊന്നുമില്ല. വിഷ്ണുവിൻ്റെ 1000 പേരാണല്ലേ, അത് നമുക്ക് ചൊല്ലാം. അതുപോലെ ഭഗവത്ഗീത വായിക്കാം, നാരായണീയം വായിക്കാം. നാമം ഇഷ്ടം പോലെ ജപിക്കാനുണ്ട്. കൃഷ്ണൻ്റെ തന്നെ നാമമുണ്ട്, ദേവിയുടെ ഉണ്ട്, എന്തോരം കീർത്തനങ്ങളുണ്ട്. നമുക്ക് അതെല്ലാം ഇഷ്ടം പോലെ ചെല്ലാം. ആരും നമ്മളെ ഒന്നും പറയില്ല. അതും പിന്നെ ഈ നാമജപത്തിന് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ 1 കൊല്ലമായി കൃത്യമായിട്ട് നാമം ചൊല്ലുന്നത്, പക്ഷേ എനിക്ക് തന്നെ ഒരു വ്യത്യാസവും വന്നില്ല എന്ന്. നമ്മളെന്ത് വ്യത്യാസമാണ് പ്രതീക്ഷിക്കുന്നത് ഈ നാമം ജപിക്കുന്നതുകൊണ്ട്? പക്ഷേ നമുക്ക് മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണ്ടോ? അതല്ലേ നമുക്ക് വേണ്ടൂ. ഇത് തരാനായിട്ട് തീർച്ചയായിട്ടും ഈ നാമജപത്തിന് പറ്റും. പിന്നെ ചിലർ പറയാം, ഈ എപ്പോഴും നാമം ജപിക്കാൻ തുടങ്ങുമ്പോഴല്ലോ മനസ്സിൽ വേറെ ഓരോരോ ചിന്ത വരിക. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നാമം ജപിക്കാമെന്ന്. അത് നടക്കില്ല കേട്ടോ.
നാമം ഈ നാമം ജപിച്ച് ജപിച്ച് ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോവുള്ളൂ. അത് നമ്മൾ ഓർമ്മ വെച്ചാൽ നല്ലതാണ്. നാമം ജപിക്കണം, ഇഷ്ടം പോലെ ജപിക്കുക. അതിപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഇഷ്ടം പോലെ ഇങ്ങനെ ഇരുന്ന് പത്മാസനത്തിലിരുന്ന് അല്ലെങ്കിൽ സുഖാസനത്തിലിരുന്നിട്ട് നട്ടലൊക്കെ നിവർത്തിയിരുന്നിട്ട് തന്നെ ഒന്നുമില്ല. നമുക്ക് നടക്കുന്ന സമയത്ത് നാമം ജപിക്കാം, ഒരു പ്രശ്നവുമില്ല. എവിടെ വെച്ച് വേണമെങ്കിലും എങ്ങനെ എവിടെ വെച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ചില ശുദ്ധാശുദ്ധങ്ങളൊക്കെ നമ്മൾ നോക്കണമെന്ന് നമുക്കറിയാം. അപ്പം ഇഷ്ടം പോലെ നാമം ജപിച്ചോളൂ. പിന്നെ മന്ത്രം ജപിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ മന്ത്രത്തിനെതിരൊന്നുമല്ല. പക്ഷേ ഈ മന്ത്രം ജപിക്കുമ്പോൾ ഒന്നുകിൽ ഒരു ഗുരുവിൻ്റെ ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ മന്ത്രദീക്ഷയിൽ നമ്മൾ അത് സ്വീകരിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഇത് പറയാനൊരു കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ പലരും ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആ മന്ത്രം ഈ മന്ത്രം എന്നൊക്കെ പറഞ്ഞ് ചൊല്ലാൻ പറയുന്നുണ്ട്. നമ്മളുടെ ഇത് ധനസ്ഥിതി വർദ്ധിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടുംബത്തിൽ സമാധാനത്തിന് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒക്കെ നമ്മൾ ഒന്ന് അന്വേഷിച്ചിട്ട് അതൊക്കെ നമ്മൾ ചെല്ലാവുള്ളൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നമുക്ക് നാമജപത്തിൻ്റെ മഹത്വം അറിയാമല്ലോ, കൂടുതലൊന്നും പറയണ്ടല്ലോ. നാമം ജപിക്കും തോറും നമ്മളുടെ മനസ്സിന് വ്യത്യാസം വരും. അത് നമ്മൾ വിചാരിക്കണ്ടാവോ എന്നാ നമുക്കൊന്നും കിട്ടാനില്ലല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ അത് കിട്ടാനില്ല, നമ്മുടെ ഉള്ളിലതുണ്ട്. അതിന് പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരാനുള്ള സാധനമൊന്നും അല്ലല്ലോ. അപ്പം അത് നമുക്ക് കിട്ടും. നമ്മളുടെ ജീവിതം ഉത്തരോത്തരം ഉയരും. കാരണം കുറച്ച് നാമം ജപിച്ച് കഴിയുമ്പോണ്ടല്ലോ ആ സംരക്ഷണ വലയത്തിൽ, ഭഗവാന്റെ സംരക്ഷണ വലയത്തിലേക്ക് നമ്മൾ വരുമല്ലേ ചെയ്യുന്നത്. ഇനി ഒന്നും അറിയണ്ട. ഇത് യോഗക്ഷേമം വഹാമ്യഹം, നമ്മളുടെ യോഗക്ഷേമമല്ല അവിടുന്ന് നോക്കിക്കോളും, നമ്മളൊന്നും അന്വേഷിക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.